السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. إن شاء الله ഇന്നത്തോടുകൂടെ ആയത്തുൽ ഖുർസി ഭാഷയിൽ ചർച്ച ചെയ്ത് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനസമാഹാരമാണ്. അതുകൊണ്ട് തന്നെ ഒരായത്ത് തന്നെയും എത്ര ദിവസം ചർച്ച ചെയ്താലും ബാക്കിയായിരിക്കും. നമ്മൾ തൽക്കാലം ഇന്ന് അതേക്കുറിച്ചുള്ള സംസാരം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹയ്യ്, ഖയ്യൂം എന്നീ വിശേഷണങ്ങളെയാണ് വിശദീകരിച്ചത്. അത് ഇസ്മുൽ അഅ്ലമാണ് എന്ന അഭിപ്രായവും നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. ഇനി അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട ചില ഗുണങ്ങൾ പറയുന്നു. ലാ തൗഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹുവിന് ഉറക്കമോ ക്ഷീണം കാരണമായിട്ടുള്ള ഉറക്കിൻ്റെ മുന്നോടിയായുള്ള ആ തൂങ്ങലോ ഒന്നും ബാധിക്കില്ല. ഇത് ലോകത്തെ ആകമാനം ശ്രദ്ധിച്ച് പരിപാലിക്കുന്നവന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ക്ഷീണം. ക്ഷീണത്തിൻ്റെ അനുബന്ധമാണ് തൂങ്ങൽ. ശ്വാസലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ തൂങ്ങിപ്പോകും. ഏതെങ്കിലും രീതിയിൽ തലേന്നാളൊക്കെ കൂടുതൽ ഹാർഡ് വർക്ക് നടത്തിയാൽ ഉറക്കൊഴിഞ്ഞാലൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറ്. ലോകം നിയന്ത്രിക്കുന്ന പടച്ചറബിന് അങ്ങനെയൊന്നും വന്നുകൂടാ, ഇല്ല താനും. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മനുഷ്യർക്കുണ്ടാകുന്ന ന്യൂനതകൾ പറയുന്നത് എന്തിനാണ്? പലരുടെയും സങ്കല്പത്തിൽ അങ്ങനെയുള്ള ചില ദൈവങ്ങളുണ്ട്. അതാണ് ഉറങ്ങണേ, ഭക്ഷണം കഴിക്കണേ, കരയുന്ന, യുദ്ധം ചെയ്യുന്ന, ആക്രമിക്കുന്ന, തൻ്റെ ജനതയ്ക്ക് വേണ്ടി അഹിതമായ രീതിയിൽ യുദ്ധത്തിൽ ഇടപെടുന്ന, കല്യാണം കഴിക്കുന്ന, കുഞ്ഞുങ്ങൾ ജനിക്കുന്ന, പൊതുവെ മനുഷ്യരും സൃഷ്ടികൾക്കും ഉണ്ടാകുന്ന എല്ലാ വിശേഷണങ്ങളും അങ്ങനെ തന്നെയുള്ള കുറേ ദൈവസങ്കല്പങ്ങളും ദൈവവിശ്വാസങ്ങളും ഉണ്ട്. പരിമിതിയിൽ അകപ്പെടുന്ന ദൈവങ്ങളുണ്ട്. ഇത്തരം കുറേ ദൈവങ്ങളെ കണ്ടിട്ടാണ് ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ദൈവം എന്നുള്ള വിചാരത്തിലേക്കൊക്കെ കുറേ ആളുകൾ പോണത്. ദാർശനികമായി ബുദ്ധിപരമായി ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ആ സ്രഷ്ടാവിനെ നിഷേധിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ലോകവുമായി ബന്ധപ്പെടുത്തിയ റബ്ബിൻ്റെ ഉണ്മയെ ഖുർആനൊക്കെ അങ്ങനെ പലയിടങ്ങളിൽ പറയുന്നത്. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 10-ാമത്തെ വാക്യം, അഫില്ലാഹി ശക്കും ഫാത്തിരി സമാവാത്തി വല്ലർദ്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ വിഷയത്തിൽ വല്ല സംശയവും നിങ്ങൾക്കുണ്ടോന്ന്? അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് പോലും പ്രസക്തമല്ല എന്ന്. കാരണം ഈ പ്രപഞ്ചത്തെ കൃത്യമായ രീതിയിൽ സംവിധാനിച്ചു, വിധാനിച്ചു, നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതെല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. അതങ്ങനെ അവൻ്റെ കരുണാമയനായ റബ്ബിൻ്റെ ഇറാദത്തിനനുസരിച്ച്, അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള റബ്ബിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയിക്കുന്നത് പോലും നിരർത്ഥകമാണെന്നാണ് ഖുർആൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ ഉറക്ക് ബാധിക്കൂല, അള്ളാഹുവിന് തൂങ്ങൂല, അള്ളാഹുവിന് ക്ഷീണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയേണ്ടത് ഇങ്ങനെയുള്ള കുറേ ദുർബലരാകുന്ന ദൈവങ്ങളെ വിശ്വസിക്കുന്ന സമൂഹം ലോകത്ത് പല പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കെ ദാമോദരൻ്റെ ഭാരതീയ ചിന്ത എന്ന പുസ്തകമുണ്ട്. നമ്മുടെ നാട്ടിലെ അടിസ്ഥാനപരമായ ദർശനങ്ങൾ അത്യാവശ്യം മനോഹരമായി വിശദീകരിക്കുന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നത് ചില ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് ദൈവങ്ങളാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂല എന്നാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും ചാബല്യങ്ങളും ഉണ്ടാവുക. അവർക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, ദാഹിക്കും, ക്ഷീണം വരും, രോഗം വരും, പലരും ആക്രമിക്കും, കൊല ചെയ്യപ്പെടും, അമ്പേൽക്കും, വിശന്നിട്ട് കരയും. ബേത്വാനിൽ നിന്ന് പോന്നപ്പോൾ അവന് വിശന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. യേശു എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന
ദൈവമെന്ന് പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച്. ബേത്താനിൽ നിന്ന് പോന്നപ്പോൾ അവന് വിഷന്നു. ദൂരെ നിറയെ ഇലയുള്ളൊരു അത്തിമരം കണ്ടു. അതിൽ വല്ലതും കാണുമെന്ന് കരുതി അവിടെ ചെന്നു. ഇലയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. ജൂതന്മാർ പിടിച്ചു കൊണ്ടുപോയിട്ട് കുരിശ് തറക്കുന്നുണ്ട്. വിശന്നിട്ട് കരയ, പേടിച്ചരണ്ട് ജൂതന്മാരുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് എൻ്റെ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു നാഴിക നേരം ഉണർന്നിരിക്കുകയെന്ന് ശിഷ്യരോട് ബോധ്യപ്പെടുത്തുക. തപസ് ചെയ്ത് ദൈവം അവരാഗ്രഹിക്കുന്നത് കൊടുക്കാൻ നിർബന്ധിതനാവുക. എന്നിട്ട് ആ സിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നേരെ തന്നെയും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. യാക്കോബ് എന്ന തൻ്റെ സ്വന്തം സൃഷ്ടിയോട് സംഘട്ടനത്തിലേർപ്പെട്ട് ഉഷസ്സുയരുവോളം മല്ലയുദ്ധം നടത്തിയിട്ടും തൻ്റെ സൃഷ്ടിയെ തോൽപ്പിക്കാൻ കഴിയാതെ അവസാനം ആ സൃഷ്ടിക്ക് അനുഗ്രഹം നൽകി രക്ഷപ്പെടേണ്ടി വരിക. ഇത്തരം ദൈവങ്ങളെ മൊത്തം പരിചയപ്പെടുമ്പോഴാണ് കെ ദാമോദരന് ഇന്ന് കണ്ടുവരുന്ന ദൈവങ്ങളിൽ ഒട്ടുമിക്ക സംഗതികൾക്കും മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും ഉണ്ട്, അതുകൊണ്ട് ദൈവമെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ലെന്ന് ഭാരതീയ ചിന്തയിൽ എഴുതേണ്ടി വരുന്നത്. അങ്ങനത്തെ വിശ്വാസ സങ്കല്പങ്ങളെ തിരുത്താനാണ് വനാനവും. അള്ളാഹുവിന് ഉറക്ക് ബാധിക്കൂല, തളർച്ച ബാധിക്കൂല. അള്ളാഹു ഉറങ്ങായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ മെല്ലെ ഒപ്പിച്ചെടുക്കാമെന്ന് വിചാരം വേണ്ട എന്ന് കൃത്യമായി റബ്ബ് തആല ഓർമ്മപ്പെടുത്തുന്നത്. അതല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവാകുന്ന മഹാശക്തനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയേണ്ടി വരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. എന്നിട്ട് പിന്നെയും അള്ളാഹുവിൻ്റെ ശക്തി വിശേഷണങ്ങളാണ് പറയുന്നത്. ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ഈ പ്രപഞ്ചത്തിലുള്ളത് ആസകലം അള്ളാഹുവിൻ്റെതാകുന്നു. അടിസ്ഥാനപരമായി റബ്ബ് കുറേ ആളുകൾക്ക് കുറേ സംഗതികളൊക്കെ നൽകും. ഭൂസ്വത്ത് നൽകും, സമ്പത്ത് നൽകും, ആരോഗ്യം നൽകും, സൗന്ദര്യം നൽകും, അങ്ങനെ പലതും റബ്ബ് നൽകും. പക്ഷെ അടിസ്ഥാനപരമായി ഇതെല്ലാം റബ്ബിൻ്റെതാണ്. യവനാൾ കഴിഞ്ഞാൽ ഖുർആന്റെ തന്നെ പ്രയോഗം എരിസു, അള്ളാഹു ഇതിന് അനന്തരം എടുക്കുന്നതാണ്. അള്ളാഹു എങ്ങനെ അനന്തരം എടുക്കൽ? വേറെ ആരും ഇത് എടുക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അസമയത്താണ് റബ്ബിന്റെ പ്രതാപം എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടി വരിക, വിശ്വാസിക്കും അവിശ്വാസിക്കും. അതുകൊണ്ടാണ് ലിമനിൽ മുൽക്കുല്യവും, ഇന്നത്തെ ദിവസത്തെ പരമാധികാരം ആർക്കാണെന്ന് റബ്ബ് തആല അന്ന് പ്രത്യേകമായി അന്വേഷിക്കുന്നത്. വിവരം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതുവരെ നിഷേധിച്ച് നടന്നവർക്കും, അതുവരെ ഞാൻ തിരക്കടില്ല എന്ന് വിചാരിച്ചവർക്കും, എൻ്റേതാണ് പരമാധികാരം എന്ന് തെറ്റിദ്ധരിച്ചവർക്കും, ഞാൻ വിചാരിക്കുന്നത് പോലെ ഇന്ന നാടിനെ എൻ്റെ നാടിനോട് കൂട്ടിച്ചേർക്കുമെന്ന് വിചാരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും, അത് അവരുടെ താല്പര്യമാണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിനും, ഫിർഔനിനും കാറൂനിനും ഹാമാനിനും, ലോകത്തെ അടക്കി ഭരിച്ച എത്ര പേർ ഛത്രപതികളുണ്ട് അവർക്കൊക്കെയും, എത്ര ഭീകരന്മാരുണ്ട് അവർക്കും. അഗസ്റ്റിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. ഹീരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന് ദേ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അഹങ്കാരം പറഞ്ഞവർക്കും ചോദിക്കാനും ഉത്തരം പറയാനും വിഷണ്ണരായി നിൽക്കാനും കൃത്യമായ രീതിയിൽ അവരുടെ എല്ലാ അതിക്രമങ്ങളെയും ബോധിച്ച് ശിക്ഷ ഏറ്റുവാങ്ങാനുമുള്ളൊരു ദിവസം വരും. അന്ന് ഈ അധികാരസ്ഥരൊന്നും ഉണ്ടാവില്ല. ലിമനിൽ മുൽക്കുല്യവും, ഇന്ന് ആർക്കുണ്ട് പരമാധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവശക്തനാകുന്ന റബ്ബിന് മാത്രം. ഇതിന് വേറെ ആർക്കും പരമാധികാരമില്ല. കുഞ്ഞു കുഞ്ഞു അധികാരങ്ങളൊക്കെ റബ്ബ് കൊടുത്തു നോക്കിയിരുന്നു പരീക്ഷണത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് നെകളിപ്പ് നടത്തി. പാവപ്പെട്ട പലസ്തീനികളുടെ മുകളിൽ പോലീസില്ല, പട്ടാളമില്ല, നിയമ സംവിധാനങ്ങളില്ല, പ്രതിരോധ മാർഗങ്ങളില്ല. ആ ഒരു പാവം ജനതയ്ക്ക് മുകളിൽ ടൺ കണക്കിന് മാരകമായ ബോംബുകൾ വർഷിച്ച് അവരെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പം ചിലപ്പോൾ ചോദിക്കാനും പറയാനൊന്നും ആളില്ല എന്ന് വന്നേക്കും. പക്ഷേ ഇതോടുകൂടെ പ്രളയമല്ല, ഇതിനപ്പുറം വെളിച്ചം വരും. ഈ ഗുഹയ്ക്കപ്പുറം വെളിച്ചം വരും. തുരങ്കത്തിനപ്പുറം ഭൂമി ഉണ്ടാകും. അവിടെ വെച്ച് തന്നെ കൃത്യമായി അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കും.
എങ്ങാനും പടച്ചറബിൻ്റെ ഖലാഇൽ ഇവിടെ വെച്ച് ശിക്ഷിക്കണമെന്ന് അവരെക്കുറിച്ച് വിധിയില്ലെങ്കിൽ അത് കൃത്യമായി ശിക്ഷിക്കപ്പെടുന്ന ദിനം വരും, ലോകം വരും. അന്ന് പരമാധികാരം റബ്ബിന് മാത്രം. ലഹു മാഫി സമാവാതി വമാഫിൽ അർള്. ഈ പ്രപഞ്ചത്തിലുള്ള സർവസ്വവും, ഖുർആന്റെ പ്രയോഗം അങ്ങനെ, ആകാശഭൂമികൾ എന്നാണ് പറയാം. എന്നുവെച്ചാൽ മനുഷ്യന് പരിചയമുള്ള രണ്ട് സംഗതികൾ. ഇതിനപ്പുറം സ്പേസ് ഉണ്ടോലോ, അതിൻ്റെ അപ്പുറം സൂപ്പർ സ്പേസ് ഉണ്ടോലോ, ഇതൊന്നും പറഞ്ഞിട്ടൊരു സാധാരണ മനുഷ്യന് ബോധ്യപ്പെടൂല. അങ്ങനെ ഇല്ല എന്ന് നിഷേധിക്കണ്ട. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. 10-20,000 കോടി ഗാലക്സികൾക്കിടയിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സൗരയൂഥം. ഏറ്റവും കുള്ളൻ ഗാലക്സിയിൽ പോലും 1000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നതാണ്. വലിയ ഗാലക്സികളിൽ 1,00,000-അപ്പുറം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാകും. സൂര്യൻ അതിൻ്റെ ഭാഗമാണ്. സൂര്യനെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ സൗരയൂഥം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അനന്തമായ, നമ്മുടെ ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിയൊരു സംഭവമാണ് ഈ പ്രപഞ്ചം. എന്തിനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവാകുന്ന മനുഷ്യന് വേണ്ടി ഇത്രയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഭൂമി പോലെ വേണമെങ്കിൽ ഒരു ചന്ദ്രനും രാത്രി വെളിച്ചം കാണാൻ, അല്ലെങ്കിൽ ഒരു സൂര്യൻ പകല് നമുക്ക് വെളിച്ചം കിട്ടണം, ഹരിതകണ രൂപപ്പെടണം, കൃഷി നടക്കണം, ഭൂമിയിൽ വല്ലാതെ മഞ്ഞ് കൂടരുത്, സൂര്യൻ്റെ ലൈറ്റ് ഇങ്ങനെ വേണം. ഇതിനപ്പുറമുള്ളതൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ യസ്അലു അമ്മാ യഫ്അൽ. റബ്ബിൻ്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ വലിയ വലിയ ഹിക്മത്ത് അവൻ കണ്ടിട്ടുണ്ടാകും, അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അള്ളാഹുവും തിരുദൂതരും വിശദീകരിച്ചത് മാത്രം അംഗീകരിക്കുക, അതാണ് വിശ്വാസിയുടെ ആദർശം. അതിൻ്റെ അപ്പുറം നമ്മുടെ പരിധിപ്പെട്ടതല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നു? ഇത്രയും കാലം തെരഞ്ഞ് തപ്പിത്തടഞ്ഞ് ശാസ്ത്രലോകം കണ്ണും തുറപ്പിച്ച് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നിട്ട് നമുക്ക് 9 ഗ്രഹങ്ങൾ പണ്ട്, ഇപ്പം 8 ഗ്രഹങ്ങളല്ലേ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ചില നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ അത് കണ്ടുപിടിച്ച ആളുടെ പേരിൽ അത് പ്രസിദ്ധമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നിലമ്പൂരുകാരി ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേരിൽ പോലും നക്ഷത്രമുണ്ട്, ഒരു നീല നക്ഷത്രം. അവരാണ് അതിനെ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യന് ഇതുവരെ ലഭ്യമായ വിജ്ഞാനം ആകെ മൊത്തം നമ്മൾ കൂട്ടിവെച്ചാലും അത് ഈ പ്രപഞ്ചത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ 5% താഴെയാണെന്ന് ശാസ്ത്രബോധമുള്ള വലിയ പണ്ഡിതന്മാർ പറയണത്. ബാക്കിയൊക്കെ ഇനിയും കിടപ്പാണ് എന്നർത്ഥം. ലോകത്ത് എത്ര വിജ്ഞാനമുണ്ട്! സയൻസിൽ തന്നെ 100-ലധികം ശാഖകൾ കാണുന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം, ഇതെല്ലാം മൊത്തം കൂട്ടിയാലും 5% താഴെ മാത്രം. അതിൻ്റെ അപ്പുറമാണ് 95% കിടക്കുന്നത്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമി ലോകം തിരിയുന്ന മാർഗം. അതിൽ ഏതാണ്ടൊരു മൂലക്കിരിക്കുന്ന മനുഷ്യന് കഥയെന്തെന്നറിയാം. ഇതാ പണ്ട് കവി നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ, ബ്രഹ്മാണ്ഡത്തിൻ്റെ അധിപതി പടച്ച റബ്ബാകുന്നു. ലഹു മാഫി സമാവാതി വമാഫിൽ അർള്. ഇതൊരു ചെറിയ വർത്താനല്ല. ചെറിയൊരു അധികാരം കിട്ടുമ്പോഴേക്കും മനുഷ്യനെ പീഡിപ്പിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ രംഗത്തും അല്ലാത്ത ഇടങ്ങളിലും. ഏതെങ്കിലും ഒരു ചെറിയ അധികാരം കിട്ടി, കഷ്ടിച്ചൊരു MLA ആയി, പഞ്ചായത്ത് പ്രസിഡന്റായി, അതോടുകൂടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. പലർക്കും പ്രതിരോധിക്കാൻ കഴിയില്ല. ചിലരതൊരു വലിയ പോരാട്ടത്തിൻ്റെ ഭൂമികയായിട്ട് മാറ്റും. പിന്നെ സംഘടനകളായിരിക്കും. ചെറിയൊരു സ്കൂളിൻ്റെ അധികാരം കിട്ടുമ്പോഴേക്ക് അവിടെ അയാളുടെ സ്വന്തം ഇഷ്ടവും അയാളുടെ മുൻകാല വൈരാഗ്യങ്ങളൊക്കെ തീർക്കുന്നവർ. ചെറിയ സ്റ്റേഷനിൽ കോൺസ്റ്റബിളായി വരുമ്പോഴേക്ക് മൂപ്പരെ കൊണ്ട് പറ്റും വിധത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇതൊന്നും കൂടുതൽ കാലം നിലനിൽക്കില്ല. അധികാരം കിട്ടി എന്നതുകൊണ്ട് അത് എത്ര കൃത്രിമമായ രീതിയിലാണെങ്കിലും അധികാരം ഞങ്ങളുടേതാണ്, ഭരണ സംവിധാനങ്ങൾ ഞങ്ങളുടേതാണ്. ഇലക്ഷൻ കമ്മീഷൻ പോലും ഗവൺമെൻറ്റിൻ്റെ കീഴുദ്യോഗസ്ഥരെ പോലെ പ്രവർത്തിക്കുകയാണ്. ഈ ഒരു പ്രതീക്ഷയിൽ എന്തുമാവാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. നമ്മളിന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിലൊക്കെ 65 ലക്ഷത്തോളം മനുഷ്യരുടെ വോട്ട് നഷ്ടപ്പെടുന്നു. ആ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായി മാറുന്നു. എന്തുകൊണ്ടാ?
ആധാർ, റേഷൻ കാർഡ്, പാൻ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ട് തിരിച്ചറിയൽ കാർഡ്, ഇതൊന്നും ഒരു മനുഷ്യൻ്റെ പൗരത്വത്തെ നിശ്ചയിക്കാൻ പറ്റില്ലെന്ന് ഉറക്കെ പറയുന്നു. അതോടൊപ്പം ഹൗസ് നമ്പർ 0 അങ്ങനെ വോട്ടർമാരുണ്ടാകുമെന്ന് പ്രത്യേകമായി പത്രസമ്മേളനം വിളിച്ചു പറയുന്നു. ഹൗസ് നമ്പർ 0, ഫാദർ നെയിംസ് ABCD, കുടുംബനാമം XYZ, അങ്ങനെ പൗരന്മാരുണ്ടാകും. അവർക്ക് വോട്ടിന് അധികാരം ഉണ്ടാവും. പക്ഷെ പേരുണ്ടായിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് കുറേ ആളുകളുടെ വോട്ട് നഷ്ടപ്പെടും. ഒരു വീട്ടിൽ ഒരാൾക്ക് 80-90 മക്കളുണ്ടാകും. അവർക്കൊക്കെ വോട്ടുണ്ടാകും. ജാഥ പോകും. അവർ വലിയ ലോറിയിലാണ് വോട്ട് ചെയ്യാൻ പോവുക. അതിന് തകരാറില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ അധികാര രേഖകളൊന്നും തീരെ സ്വീകാര്യമല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നകളിപ്പ് മാത്രം. ഒരു കോൺസ്റ്റബിളെ വിട്ടിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ചെറിയ സ്മെല്ലുണ്ടാകും അവിടെ. ഈ പരാതികളൊന്നും ഞങ്ങൾ പരിഗണിക്കണേ ഇല്ല, ഞങ്ങൾ മുന്നോട്ട് പോകും. ബംഗാളിലും ഇത് തന്നെ നടത്തും എന്ന് പറയുന്നത് ധാർഷ്ട്യത്തിൻ്റെ വർത്താനാണ്. അത് അഹങ്കാരത്തിൻ്റെ സ്വരമാണ്. ഒരിത്തിരി അധികാരം കിട്ടുമ്പോഴേക്ക് ഇவ்விധം മനുഷ്യനെ പീഡിപ്പിക്കുന്നവർ അവരൊന്നും പരമമായ സന്തോഷത്തിലാണെന്നും എല്ലാ അധികാരങ്ങളും അവർ നിക്ഷിപ്തമാണെന്നും കരുതരുത്. എല്ലാത്തിനും മുകളിൽ പടച്ച റബ്ബിൻ്റെ നോട്ടമുണ്ട്. ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർള്. ഈ ബ്രഹ്മാണ്ടം മുഴുവനും പടച്ച റബ്ബിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. ഇത് മനസ്സിലാക്കാതെ പോകരുത്. നമ്രൂദ് ഇങ്ങനെയൊക്കെ തന്നെ ഭരിച്ചിട്ടുണ്ട്. ഫറോവൻ ഇതിലേറെ ഗംഭീരമായി ഭരിച്ചിട്ടുണ്ട്. ഞാനാണ് സർവശക്തനാകുന്ന ദൈവമെന്ന് അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനാകുന്ന ദൈവം. സർവ മനുഷ്യരെയും മൃഗീയമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ അടുത്ത് പോകുമ്പോൾ റബ്ബ് ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ തടവറയിൽ നിന്ന് 2 പേരെ കൊണ്ടുവന്നിട്ട് ഒരുത്തനെ തുറന്നു വിട്ടു, ഇതേ ഞാൻ ജീവിപ്പിച്ചു. വേറെ തന്നെ തലവെട്ടി, ഇതേ ഞാൻ മരിപ്പിച്ചു. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് പൊട്ടത്തരം പറഞ്ഞ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം പടച്ച റബ്ബിന്റെ പരീക്ഷണം നേരിടേണ്ടി വരുമ്പോൾ ആമന്നാ ബില്ലാഹ് ആമൻതു ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ പല രീതിയിൽ പ്രഖ്യാപനം നടത്തി പഞ്ചപുച്ഛമടക്കി ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരുണ്ട്. തീർന്നു കഥ. ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബിൽ. മൂസയും ഹാറൂനും പഠിപ്പിച്ച റളിയല്ലാഹു അലൈഹിമുസ്സലാം അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദയനീയമായി ലോകത്തുനിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർള്. ഈ പ്രതാപിയും അത്യുന്നതനുമാകുന്ന അള്ളാഹുവിന് മുമ്പിൽ ശിപാർശക്ക് ചെല്ലാൻ അവൻ സമ്മതം കൊടുക്കാതെ ആർക്ക് സാധ്യമെന്നാണ് അടുത്ത വചനം. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു, ആരുണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ ശിപാർശ ചെയ്യാൻ, റെക്കമെൻഡ് നടത്താൻ, ഇന്നയാളെ രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ, ഇന്നയാൾക്ക് സ്വർഗം നൽകണമെന്ന് പറയാൻ, ഇന്നയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറയാൻ ആർക്കുണ്ട് അധികാരം? മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു, ആരാണ് അല്ലദീ യശ്ഫഉ ഇൻദഹു, അള്ളാഹുവിൻ്റെ അരികിൽ ശുപാർശ നടത്തും. അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് വേറെ പല ആളുകൾക്കും വേണ്ടി റെക്കമെൻഡ് നടത്തും. ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ. അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ ഒരാൾക്കും അതിന് സാധ്യമല്ലെന്ന് കൃത്യമായി റബ്ബ് പറയുന്നു. അങ്ങനെ വരുമ്പോൾ സമ്മതം ഉണ്ടായാലോ? സമ്മതമുള്ള ആളുകൾ ചെയ്യും. ചില ആളുകൾ ശുപാർശ എന്ന് പറയുന്ന സംഭവത്തിന്റെ അടിസ്ഥാനം തന്നെ നിഷേധിക്കുന്നുണ്ട്. ചില വിദ്വത്തുകാരൊക്കെ പ്രമാണങ്ങളെ കുറിച്ച് ബോധം കുറവായതുകൊണ്ടാണ്, തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അരികിൽ ശുപാർശ ചെയ്യാൻ ആർക്കുണ്ട് അധികാരം? റബ്ബ് സമ്മതം നൽകാതെ. റബ്ബ് സമ്മതം നൽകുകയാണെങ്കിൽ ശുപാർശ ചെയ്യുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വിവിധങ്ങളായ ഹദീസുകളിലും പരിശുദ്ധ ഖുർആനിൻ്റെ മറ്റ് സൂക്തങ്ങളിലും അത് വ്യക്തമായി പടച്ച റബ്ബും അവൻ്റെ പുണ്യപ്രവാചകരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ജാതി ശുപാർശകളുണ്ട്, പല ആളുകൾക്കും ശുപാർശയുണ്ട്.
മനുഷ്യരല്ലാത്തവർക്കും ശുപാർശയുണ്ട്. സൂറത്തു അൽ-ബഖറ ശുപാർശ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. സൂറത്തു ആലിമ്രാൻ ശുപാർശ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. അവരെങ്ങനെയാണ് ശുപാർശ ചെയ്യുക? ഒന്നുകിൽ അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ദൗത്യം നിർവഹിക്കും, അതല്ലെങ്കിൽ നമ്മെ സംസാരിപ്പിച്ച റബ്ബ് തആല അൽ-ബഖറയെയും സംസാരിപ്പിക്കും. ഭൂമി സംസാരിക്കും എന്നുള്ളത് ഖുർആനിലുണ്ടല്ലോ. ഭൂമി സംസാരിക്കും. എന്തുകൊണ്ട്? ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അള്ളാഹു ഭൂമിക്ക് അങ്ങനെ വിവരം കൊടുക്കും, അപ്പൊ സംസാരിക്കും. അപ്പോ അൽ-ബഖറ ശുപാർശ ചെയ്യും. അങ്ങനെ ഈ അൽ-ബഖറ പാരായണം ചെയ്യുന്ന ആളുകളെ പല ഘട്ടങ്ങളിലും രക്ഷയായിട്ട് ആ അധ്യായം വരുമെന്ന് ഹദീസിൽ കാണാം. പരിശുദ്ധ ഖുർആൻ തന്നെ വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ. സൂറത്തുൻ നജ്മിന്റെ 29-ാമത്തെ വാക്യം. അങ്ങനെ പലരും ശുപാർശ ചെയ്തു നോക്കും, അതൊന്നും സ്വീകാര്യമാവില്ല. എന്തുകൊണ്ട്? റബ്ബിന്റെ സമ്മതമില്ലാത്തത് കൊണ്ട്. റബ്ബ് സമ്മതം കൊടുത്താലോ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ, അള്ളാഹു താല്പര്യപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശുപാർശക്കുള്ള അധികാരം കൊടുക്കും. സൂറത്തുൽ അംബിയാന്റെ 28-ാമത്തെ വാക്യത്തിൽ ലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതളാ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ ശുപാർശക്ക് അധികാരം ഉണ്ടാവില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ശുപാർശക്ക് അള്ളാഹു സമ്മതം കൊടുത്താലോ അതൊരു പരിമിതി കൊണ്ട് അള്ളാഹു സ്വീകരിക്കണതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ കാലം തപസ്സിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, ഓരോ തല മുറിച്ച് അവസാനം ദൈവം കുടുങ്ങിപ്പോയിട്ട് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയാം. അതല്ല ഇത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ചില ആളുകൾക്ക് ശുപാർശയോ എന്നൊക്കെ തോന്നിപ്പോണത്. പിന്നെയോ പടച്ച റബ്ബിന്റെ അരികിലുള്ള അവരുടെ തൃപ്തി, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചു, അങ്ങനെ റബ്ബിന്റെ ഇഷ്ടക്കാരായി മാറി. അത്തരം ആളുകൾക്ക് അള്ളാഹു സമ്മതം കൊടുക്കുന്നു പലരെയും അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അപ്പൊ അവര് ചെയ്ത വലിയ മഹത്വത്തിന്റെ താല്പര്യം മുൻനിർത്തി റബ്ബ് തആല അവർക്ക് അങ്ങനെ ഒരു അധികാരം നൽകുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശുപാർശക്കുള്ള അധികാരം ഉണ്ടാവുക. ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശുപാർശയുണ്ട്. മഹ്ശറിന്റെ വിഭ്രാന്തിയിൽ മനുഷ്യരെല്ലാവരും പഞ്ചപ്പുച്ഛമടക്കി നിൽക്കും, അദാബ് കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടും, വേർപ്പ് കണങ്ങൾ സമുദ്രം പോലെ ഉയരും, മുങ്ങിത്താന്നുകൊണ്ടിരിക്കും, ഇത്തിരി മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കും, ഇടക്കിടക്ക് നരകത്തിനെ കൊണ്ടുവരും. അതിങ്ങനെ കാണുന്നതോടുകൂടെ, നരകത്തിൻ്റെ പൊട്ടിത്തെറി കാണുന്നതോടുകൂടെ, നരകത്തിൻ്റെ ചീറ്റലും നരകത്തിൽ നിന്നുള്ള ദുർഗന്ധവും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് അനുഭവിക്കുന്നതോടുകൂടെ മനുഷ്യൻ പിന്നെയും 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 വല്ലാതെ ബേജാറിലാകും. നരകത്തിലേക്കാണെങ്കിൽ പോലും ഞങ്ങളെയൊന്ന് കൊണ്ടുപോകുമോ എന്ന് മനുഷ്യൻ വിലപിക്കാൻ മാത്രം ഭീകരമായിരിക്കും മഹ്ശർ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകത്തിലേക്കായാലും കൊള്ളാം, ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കും മനുഷ്യർ. അങ്ങനെ ഓരോ ഉമ്മത്തീങ്ങളും അവരുടെ പ്രവാചകനെ സമീപിക്കും, ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അവരോരോരുത്തരും അതിൽ നിന്ന് പതിയെ പിന്മാറും. ഈ സമൂഹങ്ങളെല്ലാം അവസാനമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലെത്തും. കാരുണ്യത്തിൻ്റെ ദൂതർ ലോകത്തിന് കാരുണ്യമായി അവതരിപ്പിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ-അംബിയാഇന്റെ 107-ാം വചനത്തിൽ പടച്ചറബ് തന്നെ പ്രഖ്യാപിച്ച മഹാത്മാവ് അവിടെ വെച്ച് ജാഗരൂകരാകും. അർശിന്റെ ചൂട്ടിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും. പടച്ചറബ് വളരെ പെട്ടെന്ന് ഇടപെടും. യാ മുഹമ്മദു, എഴുന്നേൽക്കൂ, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കൂ എന്ന് പടച്ചറബ് പറയും. ധാരാളമായി സുജൂദ് ചെയ്തവരാണങ്ങ്. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ, സൂറത്ത് മുസ്സമ്മലിന്റെ അവസാനത്തെ ആയത്ത് അങ്ങനെയാണ്. റബ്ബിനറിയാം അങ്ങ് രാത്രിയെ 3ആയി പകുത്ത് ആ 2 ഭാഗവും നിന്ന് നിസ്കരിക്കുന്നുവെന്ന് അങ്ങയുടെ റബ്ബിനറിയാം. അള്ളാന്റെ റസൂലിന്റെ ആരാധനാ വൈഭവം. രാത്രിയെ 3ആയി പകുക്കുക, എന്നിട്ട് 2ഉം നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അത്രമേൽ ചെയ്യേണ്ടെന്നാണ് ആയത്തിന്റെ അവസാനത്ത് പറയുന്നത്. 22-ാമത്തെ ആയത്ത് ലാസ്റ്റ് എത്തുമ്പോൾ വലിയൊരായത്താണ്. ഇത്രമേൽ ചെയ്യേണ്ട. വഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, അത്യാവശ്യം ഖുർആനൊക്കെ ഓതി നിസ്കരിച്ചാൽ മതി. രാത്രിയെ 3ആയി പകുത്ത് 2 ഭാഗവും നിന്ന് നിസ്കരിച്ച് വല്ലാതെ പ്രയാസപ്പെടേണ്ടെന്ന് റബ്ബ് തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നു. ആയിഷത്ത് സിദ്ദീഖ വരാറുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് വല്ലാതെ വിഷമിച്ചു എന്ന് മഹദിയാം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയ്ക്ക് തോന്നുമ്പോൾ മഹദി പറയും, എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിസ്കരിക്കുന്നേ, കാല് കഴിച്ചു പോയല്ലോ എന്ന്. ഒരു പാപമില്ലാത്ത ആളല്ലേ, അങ്ങ് ഒന്നാമതായി സ്വർഗത്തിൽ പോണ്ടയാളല്ലേ, ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ കാരണഭൂതരല്ലേ, എന്തിനെങ്ങനൊക്കെ നിസ്കരിക്കണമെന്ന് ചോദിക്കുമ്പോൾ പടച്ച റബ്ബിന് നന്ദി ചെയ്യുന്ന ഒരു അടിമയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കേണ്ടേ കുട്ടി എന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നത്. നിസ്കാരം തന്നെ നിസ്കാരം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുമ്പോൾ മുത്ത് റസൂലിന്റെ തഹജ്ജുദ് നിസ്കാരത്തിൽ പോയി എന്ന് തുടർന്ന അനുഭവം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ ആരംഭിച്ചു. സഹാബിയോരും വിചാരിച്ചു കുട്ടിയാണേ, എന്നാൽ ഒരു 100 ആയത്തെത്തുമ്പോൾ അതൊരു റൗണ്ടാണല്ലോ, അവിടെ നിർത്തുമായിരിക്കുന്നു. 100 കഴിഞ്ഞങ്ങനെ പോയി അൽ ബഖറ തീർന്നാൽ അവസാനിക്കുമെന്ന് വിചാരിച്ചു. ആലംറാനിലേക്ക് കടന്നു, സൂറത്തുൻ നിസാ പാരായണം ചെയ്തു. ഓതി തീർക്കലല്ല, ആസ്വദിച്ചുള്ള പാരായണം. റഹ്മത്ത് വരുന്നിടത്തൊക്കെ പ്രാർത്ഥന, അദാബ് വരുന്നിടത്തൊക്കെ അതിൽ നിന്ന് കാവൽ തേട്ടം. ആസ്വദിച്ചിങ്ങനെ ഓതി 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 ഹബീബായ റസൂൽ അതിലിങ്ങനെ ലയിച്ച് നിസ്കരിക്കാണ്. കുറെ കഴിഞ്ഞപ്പോൾ റുക്കുവിലേക്ക് പോയി. ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുന്നു, നഹ്വം മിൻ ഖിയാമി, നിന്നത്ര സമയം റുക്കുവിൽ. പിന്നെ സുജൂദിലേക്ക് പോയി, നഹ്വം മിൻ ഖിയാമി, നിന്നത്ര തന്നെ. ഹത്താ ഹമംതുഹു ബിസ്സൂഅ്, റസൂലിനെ കുറിച്ച് ഒരു വേണ്ടാത്ത വിചാരം തോന്നിപ്പോയി എൻ്റെ മനസ്സിൽ. സാഹിബികളെല്ലാവരും സാഹൂദം ശ്രദ്ധിച്ചു. റസൂലിനെ കുറിച്ച് വേണ്ടാത്ത വിചാരമോ? അല്ല, അങ്ങനല്ല, ഞാൻ ഇമാമത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ഒറ്റക്കങ്ങട് നിസ്കരിച്ച് സലാം വിട്ടിപ്പോയാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രമേൽ നിസ്കാരാധിക്യം കൊണ്ട് തൻ്റെ സഹപ്രവർത്തകരെ പ്രചോദിപ്പിച്ച ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ആസ്വദിക്കാനുള്ള പരലോകത്ത് എത്തുമ്പോഴും അങ്ങനെ നിസ്കരിക്കുകയാണ്, സുജൂദിൽ വീഴുകയാണ്. പടച്ച റബ്ബ് വളരെ പെട്ടെന്ന് ഇടപെടും. മുഹമ്മദ് ചോദിക്കൂ, ഞാൻ നൽകാം. ആരുടെ കാര്യത്തിൽ ശുപാർശ നടത്തിയാലും ഞാനത് അങ്ങനെ തന്നെ അംഗീകരിക്കാം. അങ്ങനെയാണ് മഹ്ശറിൽ നിന്ന് ചോദ്യവും ഉത്തരവും തുലാസും സ്വർഗവും നരകവും ഉള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പടച്ച റബ്ബ് വിജ്ഞാപനം ഇറക്കുന്നത്. എല്ലാ മനുഷ്യരിങ്ങനെ വരും. ഫയഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ്, അങ്ങാണല്ലോ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരാം ദൂതർ, വഖാത്തമുൽ അംബിയ, പ്രവാചകന്മാരുടെ അവസാനമായി അവരുടെ പൂർത്തീകരണമായി കടന്നു വന്നയാൾ. വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങേക്കൊരു ദോഷവും അവശേഷിക്കുന്നില്ലല്ലോ. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക, അങ്ങയുടെ റബ്ബിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അലാ തറ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം കണ്ടുകൂടെ റസൂലേ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം കണ്ടുകൂടെ? ഇത് ഇത്തിരി മേലെ സൂര്യൻ നിൽക്കണ്, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, സഹിക്കാൻ വയ്യ, വെള്ളം കിട്ടാഞ്ഞിട്ട് വല്ലാത്ത പൊറുതികേട്. മഹ്ശറിന്റെ പ്രതലം ശക്തമായ ചൂട് കൊണ്ട് ഇങ്ങനെ ഉരുകിക്കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, വേർപ്പിൽ മൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അലാ തറ ഇലാ മാ നഹ്നു ഫീ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങ് കാണുന്നില്ലേ? ഫന്തലക്, റസൂലുള്ളാഹി എഴുന്നേറ്റ് നടക്കും. ഫഅതാ തഹ്തൽ അർശ്, അർശിന്റെ ചുവട്ടിലെത്തും. എന്നിട്ട് അവിടുന്ന് പടച്ച റബ്ബിന് വേണ്ടി സുജൂദിലായിട്ട് വീഴും. ആ സമയത്ത് പടച്ച റബ്ബ് ഇടപെടുകയും എന്ന് പറയുകയും ചെയ്യും. ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ആരും അതിലൊന്നും വിഷമിക്കേണ്ട. ഇങ്ങനെയാണ് ഈ ലോകത്തിന്റെ ക്രമം പടച്ച റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനമാനങ്ങൾ നിഷേധികൾക്കും അനുകൂലികൾക്കും ഇടയിൽ മഹ്ശറിൽ തന്നെയും ഒന്ന് ഉയർന്നു കാണാൻ പടച്ച റബ്ബ് തീരുമാനിച്ചു കാണും. നമ്മളെ മൗലിക്കൊരു മൗലവിയല്ല മൂപ്പരാളും, പിന്നെന്തിനാപ്പം ഇങ്ങനെ ഉഷാറെന്ന് ആരും വിചാരിക്കണ്ട. അതല്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ മറുപടി. ആരെയും പോലൊരു മൗലവിയല്ല, കേവലം പടച്ച റബ്ബിന്റെ ദീന് നമ്മിലേക്ക് കൈമാറി തന്ന മെസ്സഞ്ചറുമല്ല.
ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയല്ല. അങ്ങനെയൊക്കെ ചിലരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയണത്. ലോകത്തെ പടക്കാൻ കാരണക്കാരൻ അവിടുന്നാണ്. ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. അങ്ങയെ പടക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു. ഈ പ്രപഞ്ചം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഭൂമിയും ഓക്സിജനും സസ്യലലാദികളും അരുവികളും പുഴകളും കടലും പടച്ച റബ്ബിൻ്റെ തിരുദൂതർ വരാൻ വേണ്ടി, അവിടത്തേക്ക് വേണ്ടി അള്ളാഹു ആഗമത്തിൻ്റെ മുന്നോടിയായി ഈ ലോകത്തെ ചമൽക്കരിച്ചു വെച്ചതാണ്. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ഹബീബായ തിരുദൂതരെ കുറിച്ച് സുവിശേഷമറിയിച്ചത്. അങ്ങനെ ഒരാൾ വരുമെന്ന് എല്ലാവരും കാത്തുകാത്തിരുന്നത് യാദൃച്ഛികമല്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയോഗം അത് പടച്ച റബ്ബിൻ്റെ ആദിയിലുള്ള തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് സർവസ്വത്തെക്കാളും മുമ്പ് പടച്ച റബ്ബ് റസൂലുള്ളാഹി തങ്ങളുടെ ചൈതന്യം സൃഷ്ടിക്കുന്നത്. എന്താണ് റബ്ബ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. യാതൊരുവിധ സംശയത്തിനും വകയില്ലാത്ത വിധം അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു. നൂറ നബിയിക യാ ജാബിർ, അങ്ങയുടെ പ്രവാചകരുടെ ചൈതന്യമാകുന്നു ജാബിറ എന്ന്. നിരവധിയായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് സംബന്ധമായി ഡോക്ടറേറ്റ് എടുത്ത വലിയ പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. നൂറുൻ നബി, പ്രവാചകരുടെ ചൈതന്യം, ഇതേക്കുറിച്ച് വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD നേടിയ പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ആ നൂറാണ്. അത് വിശുദ്ധമായ പരമ്പരകളിലൂടെ കടന്നു വന്നു. വിശുദ്ധമായ ഗർഭപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടു. കൃത്യമായി തൗഹീദ് അംഗീകരിക്കുന്നവരിലൂടെ അത് കടന്നു വന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ ഇത്തിരി മുന്നേയുള്ള ആ ഒരു പ്രവാചകത്വ ശൂന്യതയുടെ കാലഘട്ടത്തിൽ, ആ ഒരു ഫത്രത്തിൻ്റെ കാലഘട്ടത്തിൽ തൗഹീദ് അംഗീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ആളായിരുന്നു. വറഖത്ത് ബിൻ നൗഫൽ റോമിൽ പോയിട്ട് ഈസാ നബിയുടെ മതം സ്വീകരിച്ചു വന്ന മുവഹിദായിരുന്നു. ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച് നബി തങ്ങളുടെ പ്രവാചകത്വത്തിന് 4 വർഷം മുന്നേ മരണപ്പെട്ടു പോയ മുവഹിദായിരുന്നു, തൗഹീദിന്റെ ആളായിരുന്നു. ഉപരി കളിയാക്കിക്കൊണ്ടാണ് ആ ബിംബങ്ങൾ വീഴുന്ന സമയത്ത് കവിത ആലപിക്കുന്നത്. മങ്കൂസ് മൗലൂദിലൊക്കെ ഉണ്ടല്ലോ. ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് മാലഹു ഖദ് അക്സറ തനക്കുസ് ഇന്ന ഹാദാ ലി അംരിൻ ഹദസ് വഅൻഷദ വഖൽബുഹു യസ്ലാ ബിന്നാർ അയാസാനൽ ഐദില്ലദീ സഫഹു ലഹു എന്ന് പറയുന്ന കവിതാഭാഗം. ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് പറയാൻ മാലഹ ഖദ് അക്സറ തനക്കുസ്, എന്താ അതിങ്ങനെ വീണുകൊണ്ടിരിക്കണ്? ഇപ്പൊരു പരിഹസിച്ചിട്ട് പറയണത്, എന്താ അതിങ്ങനെ വീണുകൊണ്ടിരിക്കണ്. ഇന്ന ഹാദാലി അംരിൻ ഹദസ്, ഇതെന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാവണം. എന്നിട്ട് മൂപ്പര് അൻഷദ ഒരു കവിത പാടുക. വഖൽബുഹു യസ്ലാ ബിന്നാർ, ഹൃദയം നൊന്തുകൊണ്ട് ഈ ജനങ്ങളുടെ അബദ്ധസഞ്ചാരത്തിൽ ഹൃദയം നൊന്തുകൊണ്ട് മൂപ്പര് കവിത പാടുക. അയാസാനമൽ ഐദില്ലദീ സഫഹു ലഹു, എല്ലാവരും ചുറ്റും നിന്ന് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ എന്തേ തലകുത്തി വീണ് കിടക്കുന്നു. അങ്ങനെ വിശുദ്ധമായൊരു പാരമ്പര്യം മുറിയാതെ വന്നിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യമാരിൽ ഒരാൾ വൃത്തികെട്ടോളായിരുന്നു. എല്ലാവരും പുറത്ത് കിടക്കണം, ആരും തിരിഞ്ഞു നോക്കരുത്, താങ്കളുടെ ഭാര്യയല്ലാതെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തിരിഞ്ഞു നോക്കി അപ്പോഴേ നശിപ്പിക്കപ്പെട്ടു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമാൻ ചൈതന്യം ഇവരിലൂടെ അല്ല കയറി വന്നത് എന്ന് വിമർശിക്കരുത്. ലൂത്ത് നബിക്ക് വേറെയും ഭാര്യ ഉണ്ടായിരുന്നു. ഇത് കൃത്യമാണ്. സൂറത്തു ശുഅറാന്റെ 214-ാമത്തെ വാക്യം തഖല്ലുബക ഫിസ്സാജിദീൻ, സാജിദീങ്ങളിലൂടെയായിട്ടുള്ള അങ്ങയുടെ ഗമനം. മിനൽ അസ്ലാബിൽ മുതഖറ ഇലൽ അർഹാമിൽ സക്കിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫായിൻ ഖത്ത്. മുത്തറസൂലിന്റെ പരമ്പരയിൽ ഒരാളും അധർമ്മികളല്ലായിരുന്നു, വ്യഭിചാരം ചെയ്തവരല്ലായിരുന്നു. വിശുദ്ധമാം പരമ്പരയിലൂടെ പ്രവാചക ചൈതന്യം കടന്നു വന്നുകൊണ്ടിരുന്നു.
ഇതിനെ നിഷേധിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര കടന്നു വന്നവരൊക്കെ വളരെ കുഴപ്പം പിടിച്ചവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കെന്ത് ഗുണം? പ്രമാണങ്ങൾ മൊത്തം തള്ളണം. ഒന്ന്. രണ്ടാമതായി ലോകത്തിന്റെ നായകനെ മാനം കെടുത്തണം. സുയൂത്തി തങ്ങൾക്ക് ഈ പാരമ്പര്യത്തിന്റെ വിശുദ്ധി പറയാൻ ഒന്നിലധികം കിതാബുകളുണ്ട്. മൗലിദുകൾ എഴുതിയവരൊക്കെയും ഈ ഒരു ചരിത്രത്തെ അനുസ്മരിക്കുന്നുണ്ട്. എല്ലാവരും എന്നൊക്കെ പറയുമ്പോഴത്തിന് മങ്കൂസ് മൗലൂദ് എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിനെ നിർത്തരുത്. ഏകദേശം ആദ്യകാലം വരെയും ഈ ഒരു ചൈര്യ നടന്നു വന്നിട്ടുണ്ട്. വലിയ 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 മഹാന്മാർ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചോ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചോ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിദഗ്ധരും അംഗീകരിക്കുന്ന ഇബ്നു കസീർ പോലും വിശാലമായ മൗലിദ് രചിച്ചിട്ടുണ്ട്. അത് പാരായണം ചെയ്തിട്ടുണ്ട്, പാരായണം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ പാരമ്പര്യം 1-ഓ 2-ഓ 100-ഓ മഹാപണ്ഡിതരിൽ ഒതുങ്ങണതല്ല. ചരിത്രത്തിൽ ഉടനീളം അത് തുടർന്നു വന്നു. ആ സ്പന്ദനം ആസ്വദിക്കാതെ ചരിത്രത്തിൽ നേരം വെളുത്തിട്ടില്ല, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാകുന്നു? വിവിധങ്ങളായ ഷഫായത്തുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. തുറന്ന് സ്വർഗത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കുന്ന ഷഫാഅത്തുണ്ട്, ഹദീസുകളിലുണ്ട്. എൻ്റെ മുമ്പ് ഹദീസുണ്ട്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നത്. നരകത്തിലേക്ക് പെട്ടുപോയ കുറേ ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഷഫാഅത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണ് അവരെ കുറിച്ച് വിവരം അറിയുക. മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ അബൂ ത്വാലിബിനെ കുറിച്ച് സഹാബി വര്യന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ പിതൃവിനെ കുറിച്ച് എന്ത് സൗകര്യം അങ്ങ് ചെയ്തു കൊടുത്തത്? വല്ലാതെ സംരക്ഷിച്ചിരുന്നല്ലോ. ഷാമിലേക്ക് 9-ാം വയസ്സിൽ മുത്തുറസൂലുമായിട്ടാണ് അബൂ ത്വാലിബ് യാത്ര പോണത്. റസൂലിനെ ഇവിടെ വെച്ചൂടാ എൻ്റെ കച്ചവട യാത്രയിൽ എന്ന് കരുതിയിട്ട് ബുസറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോഴാണ് ഒരു വലിയ പുരോഹിതൻ വന്നിട്ട് ഈ കുട്ടിയെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ജൂതന്മാർ കൊന്നുകളയെന്ന് പറയണത്. അന്ന് മുതൽ ഹബീബായ റസൂലിനെ പിരിഞ്ഞൊരു നിമിഷം അബൂ ത്വാലിബിനുണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. കടന്നുറങ്ങണത് റസൂലിന്റെ കൈ മുറുകെ പിടിച്ചിട്ടായിരുന്നു. കടന്നുറങ്ങണത് റസൂലിന്റെ കൈ മുറുകെ പിടിച്ചിട്ടാണ്. നിമിതങ്ങൾക്കൊന്ന് തിരിയാനും പറയാനും പറ്റാത്ത വിധം ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റസൂലിനെ മാറ്റിയിട്ട് തൻ്റെ മകനെ കൊണ്ടുവന്ന് കടത്തിയിട്ട് റസൂലുമായി വേറെ സ്ഥലത്ത് കിടക്കുമായിരുന്നു അബൂ ത്വാലിബ്. എൻ്റെ കാര്യം കുട്ടികൾക്കിടയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം രാത്രിയാവട്ടെ എന്നിട്ട് തല്ലണം എന്നൊക്കെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ അടി വീണത് മുഹമ്മദ് നബിക്കാവരുത്, മുഹമ്മദ് എന്ന തൻ്റെ സഹോദരൻ്റെ കുഞ്ഞിനാകരുത്, അത് കിട്ടണത് എൻ്റെ കുട്ടിക്കായാൽ പോലും കുഴപ്പമില്ല എന്ന്. അങ്ങനെ അങ്ങേ സംരക്ഷിച്ചയാളാണ്. അദ്ദേഹം ആയിരുന്നല്ലോ അങ്ങേ ഒരു കാലത്ത് സംരക്ഷിച്ചത്. അബൂ ത്വാലിബിന്റെ സംരക്ഷണയിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം റസൂൽ തങ്ങൾ അവർ നിഗ്രഹിച്ചില്ല. അങ്ങനെ ഉണ്ടായിരുന്നു അവർ. ചിലരെങ്ങാനും ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ആളെ എന്തെങ്കിലും ചെയ്യണത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളോടുള്ള അപകീർത്തിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല. അങ്ങനത്തെ അബൂ ത്വാലിബിന് വേണ്ടി എന്തങ്ങ് ചെയ്തു എന്ന് റസൂൽ തങ്ങളോട് ചോദിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടി അബൂ ത്വാലിബ് മറ്റുള്ളവരോടൊക്കെ തർക്കത്തിലായിരുന്നു, ദേഷ്യം പിടിച്ചിരുന്നു പല ഘട്ടങ്ങളിൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പൊതുവേ നരകത്തിൽ നിന്നുള്ള ഒരു ഭാഗത്താണ് അദ്ദേഹം ഉള്ളത്. ഞാൻ ഇടപെടുന്നില്ലായിരുന്നുവെങ്കിൽ ഞാനെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അഗാധമായ കുഴിയിൽ പെട്ടുപോകുമായിരുന്നു. മഹാനായ ഇമാം മുസ്ലിം മുത്തഫഖുൻ അലൈഹി ആവുന്ന ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവിധ രീതിയിലുള്ള ശഫാഅത്തുകളുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ ഈ ശുപാർശയെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. സഹാബാക്കിറാം റസൂലിന്റെ ശുപാർശ അറിഞ്ഞതുകൊണ്ടായിരുന്നു അത് തേടിക്കൊണ്ടിരുന്നത്. ഒരു ഷഫാഅത്തും പലരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആ ഘട്ടത്തിൽ അങ്ങ് എൻ്റെ ഷഫീ ആവണം. ബിലാദ് ബിൻ ഖാരിബ് പാടി നടന്നതായിരുന്നു. ഉജ്ജ്വലമണി ചരിത്രം. ഹബീബായ റസൂലിന്റെ പ്രതാപത്തെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള അവിടുത്തെ ശ്രേഷ്ഠതകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ശഫാഅത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പല 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 സഹാബിവര്യന്മാരും.
അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന ഒരു ഷഫായത്തുണ്ട്. അതാണ് ഷഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്ന മഅ്ശറയിൽ നിന്ന് ജനങ്ങളെ ചോദ്യത്തിലേക്കും പിന്നീടുള്ള അനന്തര നടപടിക്രമങ്ങളിലേക്കും മാറ്റുന്ന ഷഫായത്ത്. അത് ചോദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മളോട് ഹദീസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങൊടുത്താലൊക്കെ ആതി സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഫാഅ അൽ മഹ്മൂദ് അൽ മഖാം അൽ മഹ്മൂദ് ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രാർത്ഥനയിലും നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കണം. ആ അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന സ്തുത്യർഹമായ സ്ഥാനം, അതിൻ്റെ അർത്ഥം അതാണ്. അൽ മഖാമുൽ മഹ്മൂദ്, ശ്രേഷ്ഠമാം സ്ഥാനം. ഇതാണ് അഷ്ഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്നതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അത് ചോദിച്ചുകൊണ്ടിരിക്കാൻ നമ്മളോട് കൽപ്പനയുമുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ അതാണ് പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, മൻ ഖാല ഹീന യസ്മഉ നിദ, ആരെങ്കിലും ബാങ്കിന് ശേഷം പറഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദ അല്ലദീ വഅദ്തഹു, ഈ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ശുപാർശ അയാൾക്ക് ലഭ്യമാകും. സഹീഹ ഹദീസാണ്, ആരും തർക്കിക്കരുത്. വേറെ ഹദീസിൽ കാണാം, അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മുത്തറസൂൽ പറഞ്ഞു, പ്രഭാതത്തിൽ ആരെങ്കിലും 10 പ്രാവശ്യം സ്വലാത്തു ചൊല്ലി, വഹീന യംസി അശറൻ, 10 പ്രാവശ്യം വൈകിട്ടും ഷഫാഅത്ത് ചൊല്ലി, അദ്റകത്തുഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, ഇമാം തബ്രാനി നിവേദനം ചെയ്യുന്നതാണ്, ഖിയാമത്ത് നാളിൽ എൻ്റെ ശുപാർശ അവന് ലഭ്യമാകും. മുവഹിദാവണം, അള്ളാഹുവിൽ വിശ്വസിക്കണം. പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവശക്തനാണെന്നും അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ലെന്നും, എന്നാൽ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മറ്റു പലർക്കും അല്ലാഹു ശുപാർശ ചെയ്യാനുള്ള അധികാരം നൽകിയിട്ടുണ്ടെന്നും അത് നമുക്ക് പ്രതീക്ഷയാണെന്നും വിശ്വസിക്കണം. സഹാബികൾ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഇങ്ങനെ കുറേ ആളുകളുടെ ഷഫാഅത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഷഫാഅത്തിന്റെ ക്ലാസ് ആവാതിരിക്കാൻ ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. നിസ്സാരമായ ജീവിത വിഭവങ്ങൾ കൊണ്ട് പൊരുത്തപ്പെട്ട് ഈ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന എത്രമേൽ പണ്ഡിതന്മാരുണ്ട്. മദ്രസ ഉസ്താദുമാരൊക്കെ മൂക്കൊഴുകിയാൽ എന്ത് ചെയ്യണം എന്നറിയാത്ത കുഞ്ഞു മോനാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. മുണ്ടഴിഞ്ഞാൽ എങ്ങനെയാണത് പുനഃസ്ഥാപിക്കുക എന്നറിയാത്ത കുട്ടി. അവനെ സ്നേഹം പകർന്ന്, സാന്ത്വനം പകർന്ന്, വാത്സല്യം പകർന്ന് ദീന് പഠിച്ച നല്ലൊരു മനുഷ്യനാക്കി പുറത്തെടുക്കുന്ന ദൗത്യം ചില്ലറൊന്നുമല്ല. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഫിഖ് പഠിപ്പിച്ചു കൊടുക്കുന്നു, ആരാധനകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതുവരെയും അവർ സമരം ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല. ഇതുവരെയും അവർ പഠിപ്പ് മുടക്കിയത് നമ്മുടെ ശ്രദ്ധയിലില്ല. അകാരണമായി ബഹിഷ്കരിക്കപ്പെടാറുണ്ട്. പലപ്പോഴും ജീവിതം തന്നെ ദുസ്സഹമാകും വിധം ജോലിയിൽ നിന്ന് പുറത്താക്കാറുണ്ട്. ലോകത്ത് തീരെ ജോലി സുരക്ഷിതത്വമില്ലാത്ത വിഭാഗമാണ് അവർ. എന്നാലും ഒരു പ്രതിഷേധവും നമ്മൾ കണ്ടിട്ടില്ല. പ്രാർത്ഥന കൊണ്ട് പോലും ഈ പുറത്താക്കാനുള്ള കാരണക്കാരെ അവർ ദ്രോഹിച്ചിട്ടില്ല. ഇങ്ങനെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന വലിയൊരു സമൂഹം എല്ലാം ക്ഷമിച്ച് സഹിച്ച് ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ വിജ്ഞാനം ഇത്രമേൽ മനോഹരമായി നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് അനുഭവിക്കാത്തതും. അതിനുവേണ്ടിയുള്ള നമ്മുടെ സംഘടനകൾ വലിയ പ്രവർത്തനവും സേവന ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അഹമ്മദ് റിളാ ഖാൻ ബറേൽവി 500-ലേറെ കിതാബുകൾ ഉണ്ടാക്കി, എല്ലാ വിഷയത്തിലും, ശാസ്ത്രത്തിലും മതത്തിലും. മുഹദ്ദിസ് ദഹ്ലവി, എത്ര വലിയ പണ്ഡിതന്മാരുണ്ടായി, എത്ര വലിയ ശ്രേഷ്ഠരായ മുഹദ്ദിസീങ്ങളുണ്ടായി. പക്ഷെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇസ്ലാം കേട്ടുകേൾവിയാ പലയിടങ്ങളിലും. നിസ്കാരം അറിയില്ല, സ്വന്തം പിതാവ് മരണപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ചെതവെക്കുന്നു പഞ്ചാബിലെ മുസ്ലിമീങ്ങൾ. 75-ാം വയസ്സായിട്ടും ഖിത്താന് കഴിച്ചിട്ടില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല. ചെറിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നൂറാനികളും നമ്മുടെ സഖാഫിമാരും പല പണ്ഡിതന്മാരും പോയിട്ട് അവിടെ ദഅവത്ത് സജീവമാക്കുമ്പോൾ ചെറിയ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു കോർണർ തുടങ്ങിക്കഴിഞ്ഞാൽ 30-40 വയസ്സുള്ള ഉമ്മമാരും സഹോദരിമാരും അടക്കം വരുന്നു മദ്രസ ചേരാൻ. എന്തൊരു ദൈന്യതയാണ്! നിസ്കരിക്കാൻ അറിയാത്തൊരു സമൂഹം, ഖിത്താൻ കഴിക്കാൻ അറിയാത്തൊരു സമൂഹം. എങ്ങനെയാണ് ഇസ്ലാമിക ജീവിതം എന്ന് തീരെ പരിചിതരല്ലാത്തൊരു വിഭാഗം. വലിയ പണ്ഡിതന്മാരുണ്ടായി, 500ഓളം കിതാബുകളൊക്കെ ഉണ്ടാക്കിയ മഹാപണ്ഡിതന്മാർ. എന്നിട്ട് എന്തുകൊണ്ട് ഉത്തരേന്ത്യ അങ്ങനെയായിപ്പോയി?
ഒരു ബോധമില്ലാത്ത പാവങ്ങളായിപ്പോയി. ആർക്കും ഒരു അഡ്രസ്സും ഇല്ലാത്ത വിധം 60 ലക്ഷത്തിൽ പരം ആളുകൾ ഒരൊറ്റ സ്റ്റേറ്റിൽ നിന്ന് ബഹിഷ്കൃതരാവാൻ മാത്രം അവർ ജ്ഞാനശൂന്യരും പ്രജ്ഞാശൂന്യരുമായി മാറിയതെങ്ങനെ? ഈ വലിയ പണ്ഡിതന്മാരുടെ വിപ്ലവത്തിന് പിന്തുടർച്ചയുണ്ടായില്ല. അതുകൊണ്ട് മാത്രം എന്നോട് ക്ഷമിക്കണം, എൻ്റെ അനുഭവം മുന്നിൽ നിർത്തി ഞാൻ പറയാണ്, അവിടെ സമസ്ത രൂപീകരിക്കപ്പെട്ടില്ല എന്ന്. എൻ്റെ അനുഭവം മുൻനിർത്തി ഞാൻ പറയാണ്, ആ പിന്തുടർച്ച ഉണ്ടായില്ല. അതുണ്ടായിരുന്നുവെങ്കിൽ ഇന്നുള്ള ഉത്തരേന്ത്യ അല്ലായിരുന്നു അന്ന്. രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതത്തിൻ്റെ പേരിലും അല്ലാത്തതും. അവർക്ക് അന്ന് MP-മാരുണ്ടായിരുന്നു, അന്ന് അവർക്ക് വിവിധ കൗൺസിലുകളിലൊക്കെ സ്ഥാനങ്ങളുണ്ടായിരുന്നു, വിവിധ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ അവർക്ക് ചെയർമാൻഷിപ്പും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായില്ല, ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ മാർഗങ്ങളില്ലാതെ വന്നു. ഞാൻ പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയണത്. അതുകൊണ്ടാണ് ഇന്നി ബുഇസ്തു മുഅല്ലിമ, മതാധ്യാപികനായി ഞാൻ നിയോഗിതനായി എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്. പരിമിതികളുണ്ടാവും, എല്ലാവർക്കും ഒരേ പക്വതയും വിജ്ഞാനമൊന്നും ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ ചില താളപ്പഴവുകളൊക്കെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ പൊതുസമൂഹത്തിൻ്റെ സേവനത്തെയും ധീരമായ ജീവിതത്തെയും ഇല്ലാതെയാക്കാൻ അത് പര്യാപ്തമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ശുപാർശയുണ്ടാകും. നബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കണമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിലുണ്ട്. അറബി കൂടെ വായിച്ചിട്ട് സമയം എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. മുതഅല്ലിമീങ്ങൾക്ക് ശുപാർശയുണ്ടാകും. അവരെ കാത്തിരുന്ന് ഭക്ഷണം കഴിക്കാതെ അവർക്ക് വേണ്ടി കാത്തിരുന്ന ആ ചെലവിട്ടുകാരനെ മറന്നിട്ട് പിന്നെ മുതഅല്ലിമിന് എന്ത് ജീവിതം? നമ്മളൊക്കെ അത് പറഞ്ഞു പോയാൽ വല്ലാതെ തളരിതരായി പോകും. 2 മണിക്കും 2.5 മണിക്കും ചെമ്മാട് ചെലവിന് പോയിട്ട് അനുഭവമുണ്ട് എനിക്ക്. ഉച്ചക്കത്തെ ചോറിന് അന്നൊരു വായനാഭ്രാന്തുണ്ടായിരുന്നു. അതിൽ കൂടിയിട്ട് ഞാൻ വരുവോളം ഭക്ഷണം തുറക്കാതെ കാത്തിരുന്നു ചെലവിട്ടുകളിലെ ആ ഉപ്പ. ഞാൻ ചെല്ലുവോളം മഴയൊക്കെ പെയ്താൽ ഓട്ടോ പിടിച്ചിട്ട് പള്ളിക്ക് വരും ഒലിരുട്ടിനെ കൊണ്ടുപോകാൻ. ഈ സ്നേഹത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവർക്ക് വേണ്ടി. എല്ലാ മുതഅല്ലിമീങ്ങളുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പലരും. ഈ സീസണിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി, ആളിപ്പോൾ ഗൾഫിലാണ്, അദ്ദേഹം കുറേ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഏകദേശം 35 ഉസ്താദുമാർക്ക് റബീഉൽ അവ്വൽ ധരിക്കാനുള്ള ഡ്രസ്സ് സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണത് ഞാൻ വിതരണം ചെയ്തത്. 10 മുതഅല്ലിമീങ്ങൾക്കുള്ളത് വേറെയുണ്ട്. അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം എന്തുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അതിജയിച്ചാണ് അവർ ഈ രംഗത്ത് തുടരുന്നത്. അവർ പഠിച്ച സ്കൂളുണ്ട്, അവർ വളർന്ന ഭവനവും അങ്കണവും ഉണ്ട്, അവരുടെ കൂട്ടുകാരുണ്ട്, കളിക്കൂട്ടുകാരുണ്ട്, കളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അയ്യടാ ഈ മുതഅല്ലിമായോ എന്ന് ചോദിച്ചിട്ട് പരിഹസിക്കാൻ 100,000 നാക്കുകളുണ്ട്. പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് വരരുത് എന്ന് കരുതിയിട്ട് ഈ കരിയർ ഗൈഡൻസിൻ്റെ പേരും പറഞ്ഞിട്ട് അത് ചെയ്താൽ ഇത് ചെയ്താൽ വലിയ ജോലി കിട്ടും, പൈസ കിട്ടും എന്നും പറഞ്ഞിട്ട് അവരെ മതരംഗത്തിൽ നിന്ന് മാറ്റിക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട്. സ്വന്തം പെങ്ങള് പോലും ഈ അതിന് പോകാന്ന് പറയും. കാര്യം കുട്ടി വലുതായി വന്ന തലയിൽ തട്ടടാതെ പുറത്തിറങ്ങാൻ കഴിയാതെ വരും. ദീർഘവീക്ഷണം കൊണ്ട് പെങ്ങള് പറയും മുതഅല്ലിമാവണ്ടാന്ന്. ഇങ്ങനെയുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജയിച്ച് നിലത്തിരുന്ന് പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ദീനിൻ്റെ സേവനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ വിമർശനങ്ങൾ വരും, അതത് കാലങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം വത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൂടാ. അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കണം, അതിന് ഇൽമു വേണമെന്ന് കരുതിയിട്ട് പരിമിതമായ സംവിധാനങ്ങൾ, 4-5 ടോയ്ലറ്റ് കാണും, 65 മുതഅല്ലിങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഈ പള്ളിയിലുണ്ട് അങ്ങനെ 65 പേർ. ഒന്ന് പോയി നോക്കുക അവരുടെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ. എവിടെ ഉറങ്ങണത് നോക്കുക. പുൽപ്പായയിൽ എഴുന്നേൽക്കുമ്പോൾ പുറത്ത് പാടുകൾ ഉണ്ടാകും. ഒരു ബെഡ് എല്ലാവർക്കും അനുവദിച്ചു കൊടുത്താൽ അത്രക്ക് സന്തോഷമാവും. പക്ഷെ പരിമിതി ഉണ്ടാവും കമ്മിറ്റിക്കും മുദരിസിനൊക്കെ. ഈ പരിമിതികളെ അതിജയിച്ചു കൊണ്ടവർ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നു. പടച്ച റബ്ബ് അവർക്കൊരു അംഗീകാരം കൊടുക്കുകയാണ്. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ഒരു സമ്മതം കൊടുക്കുകയാണ് അവരാഗ്രഹിക്കുന്നവർക്ക് ശുപാർശ ചെയ്യാൻ. അള്ളാഹുവിൻ്റെ ദീനാ ഞാൻ പറയണത്. വ്യക്തമായി കിതാബിൻ്റെ ഉദ്ധരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. എത്ര സേവനമാണ് അവർ ചെയ്യണത്. നിങ്ങൾ വന്നു നോക്കുക. 11 മണിക്ക് ഇവിടെ ഓതി പഠിക്കണ ഒച്ച കേൾക്കും. പലവട്ടം ഞാനത് അനുഭവിക്കുന്നുണ്ട്.
എല്ലാ ദർസിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടിലെ കുട്ടി വീട്ടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി നല്ല ഉഷാറുള്ള ഫുഡ് കഴിച്ച് AC-യും നല്ല ഫാനും ഒക്കെ ഉള്ള വലിയ പെപ്സിൻ്റെ മെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ SSLC കാലത്ത് പോലും 10 മണി വരെ ഒന്നോ ഇരിക്കണമെങ്കിൽ ഉമ്മയും വടിയേറ്റ് സൈഡിലിരിക്കേണ്ടി വരും. ഒരു ബക്കറ്റ് വെള്ളത്തിൽ കാലിറക്കേണ്ടി വരും. ഫ്ലാസ്കിൽ കട്ടൻ ചായ വേണ്ടി വരും. അപ്പുറത്ത് ചിപ്സിൻ്റെ വിവിധ ടൈപ്പുകൾ വേണ്ടി വരും. പക്ഷെ 11-11:30 വരെ ഉസ്താദന്മാർ ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞ് വടിയെടുക്കുന്നത് വരെ ഓതിപ്പടിക്കാൻ മുത്തല്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രചോദനവും വേണ്ട. ഞങ്ങൾ പഠിക്കേണ്ടവരാണെന്ന ബോധം മാത്രം മതി. അതുകൊണ്ട് അവർക്ക് ശുപാർശക്ക് അധികാരം കിട്ടുമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഞാൻ ഇന്നലെ മഅദനിൽ ക്ലാസ് എടുത്തിരുന്നു, ഖുർആനുമായി ബന്ധപ്പെട്ടൊരു സെഷൻ. ആ ബുഖാരിയാളെന്ന് പറയുന്ന വിശാലമായ സംവിധാനത്തിൽ ഏകദേശം 1000-ഓളം മുത്തഅല്ലിമീങ്ങൾ അസറിൻ്റെ ശേഷം പുറത്തിറങ്ങേണ്ടതാ. എൻ്റെയും അവരുടെയും കൂടി സമയം ഒപ്പിച്ചിട്ട് അസറിൻ്റെ ശേഷം മഗ്‌രിബിക്ക് 5 മിനിറ്റ് മുമ്പേ വരെയാണ് ക്ലാസ് നടന്നത്. സാഹൂദം ശ്രദ്ധിച്ചുകൊണ്ട് നന്മയുടെ വെള്ളരിപ്രാക്കൾ. അതിൻ്റെ മാത്രം കാര്യമല്ല ഞാൻ പറയണത്. മർക്കസ് അങ്ങനെയാണ്, സഅദിയ അങ്ങനെയാണ്, ഹിക്കമിയെയും ഇർഷാദിയെയും നമ്മുടെ ഒതുക്കിങ്ങൽ കോളേജും ഒക്കെ അങ്ങനെ തന്നെയാണ്. എത്ര കഠിനമായ അധ്വാനമാണത്. ഭൗതികമായ എല്ലാ സംഗതികളും പഠിക്കണം, 2-3 ഡിഗ്രി പഠിക്കണം. അത് ഒരിക്കലും കിതാബിന് ഭംഗം വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഇരുന്ന് ചൊല്ലി മനഃപ്പാഠമാക്കണം. വിവിധങ്ങളായ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, അതിൻ്റെ നോട്ട്സുകളൊക്കെ പഠിക്കണം. ഇങ്ങനെ പഠിക്കുന്ന ഒരു 1000-ഓളം കുട്ടികളുമായി ഇന്നലെ ഞാൻ ബന്ധപ്പെട്ടതിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു മനോഹരമായ കാഴ്ചയും എൻ്റെ കണ്ണിൽ നിന്ന് മാറണില്ലേ. എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓരോ സെക്ഷൻ ഓരോ വിഷയം അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവർ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും കിട്ടിയ തിരക്കടില്ല എന്നുള്ള ആ ഒരു മുഖഭാവത്തോടു കൂടെ മരുവിസ്കരിക്കേണ്ടതെന്ന് കരുതിയിട്ട് അവർ പിരിഞ്ഞു പോകുന്നു. ഈ ആവേശത്തെ എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നത്? ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യണം. അതുകൊണ്ട് മുത്തഅല്ലിമീനും ശുപാർശയുണ്ടാകും. മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചവർക്ക് അവർ സഹായം ചെയ്യും. മുത്തഅല്ലിമീങ്ങൾക്ക് ഡ്രസ്സ് കൊടുത്തവർക്ക്, കടന്നുറങ്ങാൻ മുത്തഅല്ലിമീങ്ങൾക്ക് ചെറിയൊരു കോസടി പോലത്തെ സംവിധാനം കൊടുത്തവർക്ക്, ബാത്റൂമിൽ അസൗകര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നിവർത്തിച്ചു കൊടുത്തവർക്ക്, ഇടക്കിടക്കൊക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ അണ്ടും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ചെലവഴിച്ചാലും നമ്മുടെ കുറച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തവർക്ക് ശുപാർശയുണ്ടാകും. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിൻ്റെ സമ്മതമല്ലാതെ ആർക്കും ശുപാർശ ചെയ്യാൻ പറ്റൂല. ഇവർക്കൊക്കെ അല്ലാഹു സമ്മതം കൊടുക്കുമെന്ന് ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും വെളിച്ചത്തിൽ മഹാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി. അള്ളാഹുവിനറിയാം മുന്നെയുള്ളതും പിന്നെയുള്ളതും. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി. അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്നൊരു ഷൈഅ് പോലും ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ഇല്ലാ ബിമാ ഷാ. അള്ളാഹു വിചാരിച്ച കുറച്ച് ഇൽമുണ്ട്. വമാ ഉതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. സമൂഹത്തിന് മൊത്തം, ലോകത്തിന് മൊത്തം, ഇതുവരെയുള്ള എല്ലാ സയൻറ്റിസ്റ്റുകൾക്കും, ഇതുവരെയുള്ള മഹാപണ്ഡിതന്മാർക്കും 10 ലക്ഷത്തിലേറെ ഹദീസ് കാണാതെ പഠിച്ച ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനും അതിലേറെ ഹദീസ് പഠിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഹദീസിൻ്റെ ക്ലാസ് എടുത്ത ഇമാമുന ഷാഫിഈ തങ്ങൾക്കും വിജ്ഞാനം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നിറക്കുമെന്ന് പടച്ച റബ്ബിൻ്റെ തിരുദൂതർ പ്രശംസിച്ചു പറഞ്ഞ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെയുള്ള എല്ലാ മഹാന്മാർക്കും ലഭ്യമായ ഇൽമിൻ്റെ മഹാസാഗരം കൂട്ടിവെച്ചിട്ട് അത് ചൂണ്ടിയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക. വളരെ കുറച്ചേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച ചെറിയ കണമല്ലാതെ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് ഒന്നുപോലും വേണ്ട വിധം ആവാഹിക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് സാധ്യമല്ല. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള്. അല്ലാഹുവിൻ്റെ അധികാരം ഈ പ്രപഞ്ചത്തിൽ ആസകലം വ്യാപിച്ചു കിടക്കുന്നു. കുർസിയ് അതൊരു പ്രത്യേകമായ സംവിധാനമാണ്, അങ്ങനെ അർത്ഥമുണ്ട് അതിന്. അതോടൊപ്പം കുർസിയ് പ്രതിനിധീകരിക്കുന്നത് അധികാരത്തെയാണ്. സിംഹാസനത്തിൽ ഏറി എന്നൊക്കെ പറഞ്ഞാൽ അധികാരം കിട്ടിയെന്നാണ് അർത്ഥം.
പടച്ച റബ്ബ് ഏതോ ഒരു സിംഹാസനത്തിൽ ഏഴാനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസമുണ്ട്. തെറ്റിദ്ധരിക്കരുത്. റബ്ബ് തആല സർവത്തിൻ്റെയും മുന്നേയുണ്ട്. സിംഹാസനം, ഈ പറയുന്ന അർശ്, കുർസ്, ഭൂമി, പ്രപഞ്ചം എല്ലാം പടച്ച റബ്ബ് സൃഷ്ടിക്കുന്നതാണ്. അള്ളാഹു അതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് സൃഷ്ടികർമ്മത്തിന് ശേഷവും. എവിടെങ്കിലും കയറി ഇരിക്കേണ്ട അവസ്ഥ പടച്ച റബ്ബിനില്ല. ഇരുന്നാൽ റബ്ബിന് അവിടെ പരിമിതപ്പെടുത്തലാണ്. ഒരു കസാരയിൽ ഇരിക്കുമ്പോൾ കസാരയുടെ 4 സൈഡിലും ആ മനുഷ്യൻ ഇങ്ങനെ സ്പർശിച്ച് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അത്രയാണ് വലിപ്പം എന്ന് തീരുമാനിക്കലാണ്. പടച്ച റബ്ബ് ഒരു മൂർത്തമായ സംഭവമല്ല, തൊട്ടാൽ അറിയണമെന്നല്ല. അപ്പൊ അള്ളാഹുവിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോഡി ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് കസാര കയറി ഇരിക്കാൻ പറ്റുക. പക്ഷെ ചില ആളുകൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കസാര കയറി ഇരിക്കുകയാണ്. അപ്പൊ അള്ളാഹു കസാരയെ ആശ്രയിച്ചു എന്നാണ് വരിക. ഞാൻ ഇപ്പൊ കുറച്ച് ക്ഷീണിച്ചു തുടങ്ങി, 1 മണിക്കൂറിനടുത്തായി. അങ്ങനെ വരുമ്പോ എനിക്കൊന്ന് ഇരിക്കണം എന്ന് തോന്നും. എന്തു വെച്ചാൽ ഞാൻ കസാരയെ ആശ്രയിക്കുന്നു. റബ്ബ് തആല കസാരയെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി റബ്ബ് ഇറക്കിയ സൂറത്തുൽ ഇഖ്ലാസിന്റെ വിരുദ്ധമാകും. അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാകുന്നു. ആരോടും എന്തിനോടും എല്ലാ സംവിധാനങ്ങളോടും. അപ്പൊ കസാരി കയറി ഇരിക്കുകയാണ് റബ്ബ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ചില മുസ്ലിം സഹോദരന്മാരിൽ തിരുത്തണം. റബ്ബിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല, അങ്ങനെ സംഗതി ഇല്ല. പിന്നെ ഇസ്തവാ അലൽ അർശി എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് മേക്കെട്ട് കയറാൻ വരണ്ട, കമന്റിൽ കുറിക്കാൻ വരണ്ട. ഇസ്തവാ അലൽ അർശ്, ഈ മഹാസൃഷ്ടിയാകുന്ന അർശും കുർസിയും ഒക്കെ അള്ളാഹുവിന്റെ അധികാര പരിധിയിലാണ്. ഇതിസ്തവാ ബിശ്റുൻ അലൽ ഇറാഖി മിൻ ഗൈരി സൈഫിൻ വാദമിൻ മുഹറാഖി. നമ്മുടെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഒരു പാരമ്പര്യ കവിതയാണിത്. ബിശ്ർ ഇറാഖിനു മേലിൽ അധികാരം സ്ഥാപിച്ചു. ഇസ്തവാ ബിശ്റുൻ അലൽ ഇറാഖി ഇസ്തവാ അലൽ അർശി ഇസ്തവാ ബിശ്റുൻ, അധികാരം സ്ഥാപിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. മിൻ ഗൈരി സൈഫിൻ, വാളുപയോഗിച്ചില്ല. വദമിൻ മുഹറാഖിൻ, രക്തമൊഴുക്കിയില്ല. അങ്ങനെ ശാന്തമായ രീതിയിൽ ഇറാഖിനു മേൽ അധികാരം സ്ഥാപിച്ചു എന്ന പൂർവികമായ കവിതയിലുള്ള ഇസ്തവാ, അധികാരം സ്ഥാപിച്ചു. ഇസ്തവാ അലൽ അർശി, അർശാകുന്ന മഹാസൃഷ്ടിയിലും പടച്ച റബ്ബിന്റെ അധികാരമാണ് സമ്പൂർണ്ണമായി നിലനിൽക്കുന്നത്. അല്ലാതെ കയറി ഇരുന്നു എന്ന് പറഞ്ഞ് റബ്ബിനെ ഈ അർശിൽ പരിമിതപ്പെടുത്തരുത്, കുർസിയിൽ പരിമിതപ്പെടുത്തരുത്. അധികാരം, അള്ളാഹുവിന്റെ അധികാരം ആകാശഭൂമിയിൽ വ്യാപിച്ചു നിൽക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശത്തെയും ഭൂമിയെയും മഹാപ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്നത് പടച്ച റബ്ബിന് തീരെ പ്രയാസകരമല്ല. വഹുവൽ അലിയ്യുൽ അദീം, അവൻ സർവശ്രേഷ്ഠനാകുന്നു, എല്ലാം അറിയുന്നവനാകുന്നു. അവൻ്റെ വിജ്ഞാന പരിധിയിൽ നിന്ന് പുറത്തു പോയിട്ട് ഈ ലോകത്തൊരു ചെറു ചലനം പോലും സംഭവിക്കില്ല. പച്ചപ്പകൽ പോലും കുരാക്കൂരിട്ടുള്ള നിബിഡവനങ്ങളിൽ നട്ടപ്പാതിരിക്ക് അമാവാസിയുടെ രാത്രിയിൽ ഒരു ചെറിയ ചെടിയിൽ നിന്നൊരു കുഞ്ഞില വീഴുന്നുണ്ടെങ്കിൽ അത് റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. ഋഷയുടെ ഘനാന്ധകാരത്ത് ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ ഒരു കറുത്ത കുഞ്ഞുറുമ്പ് ചലനം നടത്തുന്നുവെങ്കിൽ അത് പടച്ച റബ്ബിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, അവൻ്റെ ഇറാദത്ത് കൊണ്ടാണ്. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവനാണ് റബ്ബ്. പരിമിതികൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട്, മനുഷ്യർക്കുണ്ടാകുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ കൊണ്ട് ഒക്കെ വിഷമിച്ച് നിൽക്കുന്നവനല്ല റബ്ബ്. റബീഉൽ അവ്വലാണ് വരുന്നത്. ഹബീബായ റസൂലിലേക്ക് കൂടുതൽ അടിക്കാനും അവിടുത്തെ പഠിക്കാനും അവിടുത്തെ സമ്പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനും റസൂൽ തങ്ങളെ പരമാവധിക്കപ്പുറം ഇത്തിബാ ചെയ്യാനും നമുക്ക് സാധിക്കണം. ഹബീബായ റസൂൽ ലോകത്തിൻ്റെ കാരണക്കാരാണ്. ലോകത്തിന് എല്ലാവിധ വിമോചനവും സാധ്യമാക്കിയ ആളാണ്. റഹ്മത്തുല്ലിൽ ആലമീനാണ്. റസൂൽ തങ്ങളാണ് കഠിനമായ ക്ലിഷ്ടമായ നിയമങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തിയത്. സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ വാക്യം, യളൂഅൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത് അലൈഹിം, നിയമങ്ങൾ കൊണ്ട് വലിയ പീഡനം അനുഭവിച്ചിരുന്ന മനുഷ്യർ, അസഹ്യമായിരുന്നു. ആ നിയമങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ കഴുത്തിൽ നിന്ന് മുത്ത് റസൂൽ ഭേദിച്ചു കളഞ്ഞു. റസൂൽ ഒരു അഭിമാനമായി മാറണം. കേവലം നമുക്ക് ഈ ഖുർആനും ഹദീസും ഒക്കെ കൊണ്ടുവന്ന ഒരു മെസ്സഞ്ചർ എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആത്മാവിൻ്റെ പ്രകമ്പനമായി റസൂൽ തങ്ങൾ മാറണം.
നമ്മുടെ മനസ്സിൻ്റെ, ചിന്തയുടെ, സ്നേഹത്തിൻ്റെ മൂർത്തരൂപമായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറണം. റസൂലുള്ളാഹി നമ്മുടെ അഭിമാനമാവണം. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ നേതാവ് എന്ന് പറയുമ്പോൾ എല്ലായിടവും ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിലെ രാജകുമാരൻ എന്ന് പറയാൻ കഴിയണം. ആ റസൂലിനെ ബത്സിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഹബീബായ നബി തങ്ങളെ പഠിക്കാനും പ്രതിരോധിക്കാനും കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ തന്നെ വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅ എന്നൊരു പ്രയോഗമുണ്ട്. അള്ളാഹിൻ്റെ റസൂലിനെ സഹായിച്ചവർ. തൽഹത്ത് ബിൻ ഉബൈദില്ല തൻ്റെ ശിരസ് കൊണ്ട് സഹായിച്ചു ഉഹദിൽ അമ്പേറ്റപ്പോൾ. റസൂലിനെതിരെ അമ്പ് വരുമ്പോൾ തൻ്റെ ശിരസ് കൊണ്ട് പൊങ്ങി ചാടി അദ്ദേഹം ശിരസിൽ സ്വീകരിച്ച് റസൂൽ തങ്ങളെ സഹായിച്ചു. ഹിജറ പോകുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുന്നിലും ബാക്കിലും സൈഡിലും നിന്ന് സഹായിച്ചു. തൻ്റെ കാല് ദ്വാരത്തിലൊതുക്കിയിട്ട് സർപ്പത്തെ പ്രതിരോധിച്ചു. റസൂലുള്ളാഹി ഹിജറക്ക് പോകുമ്പോൾ റസൂലിൻ്റെ വിരിപ്പിൽ പുതപ്പിൽ അങ്ങനെ തന്നെ കടന്ന് മുത്തറസൂലിന് രക്ഷപ്പെടാനുള്ള സാവകാശം വരുവോളം അലി ബിൻ അബി ത്വാലിബ് ജീവൻ പണയം വെച്ച് അള്ളാഹിൻ്റെ റസൂലിനെ സഹായിച്ചു. കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. 3 മണി 4 മണിയായി, നേരം വെളുക്കാനായി. കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാന്നെങ്ങാനും അവർ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എല്ലാവരും കയറിയിട്ട് പുതപ്പിന് മുകളിൽ ആഞ്ഞു വെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പല പല പീസായിട്ട് അലി ബിൻ അബി ത്വാലിബ് എന്ന ധീരൻ ഛേദിക്കപ്പെടുമായിരുന്നു. പക്ഷേ അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി അങ്ങനെ സഹായം ചെയ്തു. നമുക്കൊന്നും അങ്ങനത്തെ ഒരു സഹായം ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. കനേശവും പൂനൂരിൻ്റെ കവിതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാരിൽ ഞാൻ പാപി പിറന്നു വീണു. റസൂലിൻ്റെ കാലത്ത് ഒരു ഒട്ടകമായിരുന്നെങ്കിൽ മുത്തറസൂൽ സഞ്ചരിക്കുമായിരുന്നല്ലോ. റസൂലിൻ്റെ കാലത്തുള്ള കാറ്റായിരുന്നെങ്കിൽ എനിക്ക് ആ പരിമളം ആസ്വദിക്കായിരുന്നല്ലോ. അവിടെയുള്ളൊരു മുന്തിരി വള്ളിയായിരുന്നെങ്കിൽ റസൂലിനെ തഴുകി തലോടിയെത്തുന്ന മന്ദമാരുതൻ എന്നെ കൂടെ സ്പർശിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പാടുന്ന കവിതകൾ സ്നേഹം കൊണ്ട് പാടുന്നതാണ്. പക്ഷെ നമുക്കതിന് സാധിച്ചില്ല. ഇനി റസൂലിനെ നമ്മൾ സഹായിക്കേണ്ടത് അവിടുത്തെ ഇത്തിബാഅ് ചെയ്താണ്, അവിടുത്തെ ദീന് പഠിച്ചും പ്രബോധനം ചെയ്തുമാണ്, അവിടുത്തേക്കെതിരെയുള്ള ആരോപണങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് പ്രതിരോധിച്ചു കൊണ്ടാണ്. തലമറക്കൽ സുന്നത്താന്ന് മുത്തറസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓച്ചാനിച്ച് നിൽക്കരുത്. മെല്ലെ 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 പൊല്ലയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് തൊപ്പി താഴേക്ക് വരുത്തരുത്. നിര്യാണിക്ക് മുകളിൽ ഡ്രസ്സ് എടുക്കണമെന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ചടപ്പും ഉണ്ടാവരുത്. വലത് കൈ കൊണ്ട് കൊടുക്കണം, ഇടത് കൈ കൊണ്ട് കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നിടത്തൊരു വിമ്മിട്ടവും കാണരുത്. റസൂൽ തങ്ങളെ ഓർക്കുന്നത് അഭിമാനമായി പൂർവികർക്ക്. റസൂലിനെ കുറിച്ച് പറയുന്നതിന് പണം വാരിക്കോരി കൊടുത്തു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജൂതന്റെ നാവിലൂടെ എൻ്റെ ഹബീബിനെ കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇനി അത് പറയുകയാണെങ്കിൽ ഇനിയും തന്നുകൊണ്ടിരിക്കുന്നു ഓഫറും ചെയ്തിട്ട്. റസൂലിൻ്റെ പേരായതിൽ അഭിമാനിച്ചു പലരും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന നൽകപ്പെടുന്ന പേര് മുഹമ്മദ് എന്നുള്ളതാണ്. ലോകത്ത് കൂടുതൽ മനുഷ്യന്മാർ മുസ്ലിങ്ങളല്ല, പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പേരിടുന്നത് മുഹമ്മദ് എന്ന പേരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നലി ദമ്മത്തുൻ അൻഹു ബിതസ്മിയത്തി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിയമി. മാംബൂസൂരി പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ്, എൻ്റെ റസൂലിൻ്റെ പേര് മുഹമ്മദ്. എനിക്ക് വല്ലാത്തൊരു അഭിമാനം. ഞാനും റസൂലും തമ്മിൽ മുഹമ്മദ് എന്ന് പേരിട്ട് അതുവഴി ഒരു കരാറുണ്ട്. ആ കരാർ ഏറ്റവും കൂടുതൽ പാലിക്കുന്നവർ റസൂലല്ലോ. വഇന്നലി ദിമ്മത്തുൻ, എനിക്ക് റസൂലുമായൊരു കരാറുണ്ട്. അൻഹു ബി തസ്മിയത്തി, എൻ്റെ പേര് മുഹമ്മദാണ്, റസൂലിൻ്റെ പേരും മുഹമ്മദാണ്. ആധുനിക കവി ശ്രേഷ്ഠർ അഹമ്മദ് ഷൗക്കി, ഈജിപ്ഷ്യൻ കവിയായിരുന്ന അഹമ്മദ് ഷൗക്കി, ഈ ബുറുദയ്ക്കൊരു പാരഡി പോലെ മനോഹരമായൊരു സാഹിത്യ തജല്ലം സൃഷ്ടിച്ചു. പിന്നീട് ഒരു അത്ഭുതമാണത്. ബുറുദയുടെ ഓരോ വരികളും മനസ്സിൽ വെച്ച് അദ്ദേഹം മറ്റൊരു കവിത രചിച്ചു. നഹ്ജുൽ ബുറുദ എന്നാണ് അതിൻ്റെ പേര്. അതിൽ അദ്ദേഹവും ഈ കാര്യത്തെക്കുറിച്ച് വല്ലാതെ അഭിമാനം പൊട്ടു. യാ അഹ്മദൽ ഖൈരിലി, യാ അഹ്മദൽ ഖൈരിലി അൻഹു ബിതസ്മിയതി മുഹമ്മദൻ. യാ അഹ്മദൽ ഖൈർ, ശ്രേഷ്ഠരാകുന്ന അഹമ്മദ് വരെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. എൻ്റെ പേര് അഹമ്മദ്, റസൂൽ വരെ അങ്ങയുടെ മറ്റൊരു പേര് അഹമ്മദ്. വകൈഫ ലാ യതസാമാ ബിൽ ഹബീബി സമീ, ഹബീബിൻ്റെ പേരുള്ളവൻ എങ്ങനെ അഭിമാനിക്കാതിരിക്കും? വകൈഫ ലാ യതസാമാ ബിൽ ഹബീബി സമീ, ഹബീബിൻ്റെ പേരുള്ളവരെങ്ങനെ അഭിമാനിക്കാതിരിക്കും? ആ ഒരു അഭിമാന ബോധത്തിലേക്ക്, റസൂലിൻ്റെ ഉമ്മത്തായി എന്ന ആ ഒരു സന്തോഷത്തിലേക്ക് ആത്മാർത്ഥമായി കടന്നു വരാൻ നമ്മുടെ ഇൻസ്പിറയും നമ്മുടെ റബീഉൽ അവ്വലും ഒക്കെ പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്
ഒരു ഇത്തിരി വിദേശ യാത്രകളുണ്ട് റബീഉൽ അവ്വലുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ ഇൻസ്പിറ വളരെ മനോഹരമായിട്ട് തന്നെ നടക്കും. എല്ലാവരും എത്തണം. ഉസ്താദ് നേതൃത്വം കൊടുക്കും. സാന്ദർഭികമായി മറ്റു ചില പണ്ഡിതന്മാരെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഇൻസ്പിറ കൃത്യമായിട്ട് തന്നെ നടക്കും. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ 22-ാം തീയതി രാത്രി UAE പോവാണ്. അവിടുന്ന് അങ്ങനെ ബഹ്റൈന് പോവാണ്ട്, അങ്ങനെ ഖത്തർ പോവാണ്ട്, ഉംറ ചെയ്യാണ്ട് കുറേ സ്ഥലത്ത് ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്താനുണ്ട്. യാത്ര വലിയൊരു സംഗതിയാണല്ലോ. മാന ഇമാം ശാഫി തങ്ങളുടെ ഒരു കവിത തന്നെ തഖറബ്, നീ നാട് വിടുന്നാണ്. തഖറബ് എന്നാണ് മൂപ്പരാളെ കവിത തുടങ്ങുന്നത്. എന്തിനാ? ഫി അല്ലെ നെയിലിൽ ഉല, ഉന്നതി നേടാൻ വേണ്ടിയിട്ട്. വസാഫിർ, നീ യാത്ര ചെയ്യ്. വഫിൽ അസ്ഫാരി ഖംസു ഫവായിദി, യാത്ര ചെയ്താൽ 5 ഗുണം കിട്ടുന്നതാണ്. മഹാനുഭാവം പിന്നെ വിശദീകരിക്കുന്നുണ്ട്. നമ്മളെ ടെൻഷൻ മാറും, ജീവിത സന്ധാരണ മാർഗങ്ങളുണ്ടാകും, ഇൽമ് കിട്ടും, നല്ല മര്യാദയും സംസ്കാരവും പഠിക്കാൻ പറ്റും അല്ലേ? നല്ല മര്യാദയും സംസ്കാരവും പഠിക്കാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടെന്നും പറഞ്ഞ് കവിത ആലപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് യാത്ര കൊണ്ട് ദീനിന് വലിയ ഖിദ്മത്ത് ചെയ്തവരാണ് നമ്മുടെ പൂർവികർ. എന്നാലും ഞാനൊന്ന് പോകും, ഏതാനും ആഴ്ചകൾക്ക് ശേഷം വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൻസ്പിറ നമ്മളായിട്ട് തന്നെ തുടരണം. അതുവരെ ഇൻസ്പിറ ഉണ്ടായിരിക്കും. എല്ലാവരും എത്തിച്ചേരണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ച റബ്ബിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നമുക്ക് നിവർത്തി നൽകുമാറാവട്ടെ. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അനീഫ സാഹിബിൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ചയാണ് മരണപ്പെട്ടത്. അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, അവരുടെ എല്ലാ നന്മകളും നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ച റബ്ബെ, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണവർ. ഞങ്ങൾ ഈ ക്ലാസ്സിന് രാവിലെ എത്തുന്നത് അവർ അതിൻ്റെ മുന്നേ സജീവമായതുകൊണ്ടാണ്. പടച്ചവനെ, നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല കുറേ മഹതികളാണ് ഈ ദീനിൻ്റെ പിന്തുണ. പടച്ചവനെ, ആ ഗണത്തിലേക്ക് അവരെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഈമാനോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടവർക്ക് പൂർണ്ണമായി ഈമാൻ നൽകി സ്വർഗം പ്രദാനിക്കണേ റഹ്മാനെ. പടച്ചവനെ, ആ മരണപ്പെട്ട ഞങ്ങളുടെ അനീഫ സാഹിബിൻ്റെ ഭാര്യയ്ക്ക് റസൂലിൻ്റെ ചാര്യ സ്വർഗത്തിൽ നീ ഇടം നൽകണേ റഹ്മാനെ. റസൂലിൻ്റെ ഷഫായത്ത് കൊണ്ട് വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ എല്ലാവർക്കും നീ ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.